ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഉന്നക്കായുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമുക്ക് വെറ്റ് ഗ്രൈൻഡറൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. അപ്പം അതിന് വേണ്ടി ഞാൻ 4 പഴങ്ങൾ എടുത്തിട്ടുണ്ട്. അധികം പഴുത്തിട്ടില്ല, തോലിൻ്റെ കളറ് മാത്രം ഒന്ന് ചേഞ്ച് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കണം. അധികം പഴുത്ത പഴം എടുത്താൽ നമ്മൾ ഉന്നക്കായ ശരിയാവില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഴയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. 10 മിനിറ്റാണ് ഞാൻ ഒന്ന് വേവിച്ചത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് സ്റ്റീമറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം, കൂടിപ്പോരുത്. അപ്പോൾ ഒരു ചെറിയ ചൂടോടെ നമ്മൾ ഇതിൻ്റെ തോലൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയെല്ലാം ഞാൻ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചൂട് വേണം ഇതിന്. അങ്ങനെ നമ്മൾ പഴത്തിൻ്റെ തോലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പഴം ഉടച്ചെടുക്കണം. ഇതുപോലെ പഴം നല്ല ചൂടുണ്ടാവും. ആദ്യം തന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട. ഒരു ഫോർക്ക് ഉണ്ടെങ്കിലോ സ്പൂൺ ഉണ്ടെങ്കിലോ എന്തിനും കൊണ്ടെങ്കിലും നമ്മളൊന്ന് ഇത് ഉടച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന്, അപ്പോൾ പഴത്തിൻ്റെ ഉള്ളിലുള്ള ആ ബ്ലാക്ക് സീഡ് പോലത്തെ സാധനം റിമൂവ് ചെയ്യണം. എൻ്റെ അടുത്ത് മറന്നുപോയി. അപ്പം നല്ലൊരു മുഞ്ചുണ്ടാവും കാണാൻ. അപ്പോൾ എല്ലാവരും അതൊന്ന് റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ നന്നായിട്ടൊന്ന് കൈകൊണ്ട് നല്ലോണം പേസ്റ്റ് പോലെ നന്നായിട്ട് കൈകൊണ്ട് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉന്നക്കായ റെഡിയാവും. അപ്പോൾ നന്നായിട്ട് മാക്സിമം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് വെറ്റ് ഗ്രൈൻഡറൊന്നും ഇല്ലാണ്ട് ഇത് നന്നായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ കൈ വെച്ചിട്ടാക്കി കഴിഞ്ഞാൽ നല്ല ഉന്നക്കായ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ടെൻഷനായിരിക്കും വെറ്റ് ഗ്രൈൻഡറൊന്നും ഇല്ലാണ്ട് ഉന്നക്കായ നന്നാവുമെന്ന്. ഒന്നുമില്ല, നല്ല അടിപൊളി ഉന്നക്കായ നമുക്ക് ഇങ്ങനെ കൈ വെച്ച് പേസ്റ്റാക്കി കഴിഞ്ഞാൽ കിട്ടും. ഇനി വേണ്ടി നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കണം, ഒരു തേങ്ങ മസാല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഗീ ആണ് യൂസ് ആക്കിയത്. ഗീ തന്നെ എടുക്കാൻ നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാല. ഓയിലെടുത്താലും ഇത്ര ടേസ്റ്റ് കിട്ടൂല നമ്മൾ മസാലയ്ക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തേങ്ങ ഒന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മൾ തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരിക്കലും തീ കൂട്ടി വെച്ച് ചെയ്യരുത്, അപ്പോൾ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഏലക്കായ് പൊടി ചേർക്കുന്നവരുണ്ട്. ഏലക്കായ് പൊടി ഇഷ്ടമുള്ളവർ ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പഞ്ചസാരയിൽ നല്ലോണം മെൽട്ടായി വരണം തേങ്ങയിൽ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ സിമ്പിളായിട്ടാണ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തേങ്ങയിലൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, കൂടുതലായിട്ട് വെക്കണ്ട. അപ്പോൾ നമ്മൾ തേങ്ങയും പഴവും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കയ്യിൽ കുറച്ച് ഓയിൽ വരട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ബോൾ പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ തേങ്ങൻ്റെ മസാല ഇതിൽ നടുക്ക് വെച്ചൊന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഉന്നക്കായ എല്ലാവർക്കും ഉണ്ടാക്കുന്നത് അറിയാം. ഇപ്പോൾ ന്യൂ കമേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പൊട്ടിപ്പോയൊന്നുമില്ല, നല്ല അടിപൊളി ഉന്നക്കായ നമുക്ക് കിട്ടും. ഒരു ടെൻഷനുമില്ല, നല്ല അടിപൊളി ടേസ്റ്റായ ഉന്നക്കായായിട്ട് കിട്ടും. അതുപോലെ എല്ലാം ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാനൊരു മുഞ്ച് വേണമെങ്കിൽ നിങ്ങൾ ആ പഴത്തിൻ്റെ ഉള്ളിലുള്ള ആ ബ്ലാക്ക് സീഡ് ഒഴിവാക്കണം. അപ്പോൾ അതിനോട് മറന്നുപോയി, എന്തായാലും റിമൂവ് ചെയ്യുക. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ശാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. മുങ്ങിപ്പൊരിക്കുന്നവരുണ്ടെങ്കിൽ അതങ്ങനെയും ചെയ്യാം, രണ്ടും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു കളറായാൽ മതി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.